ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര പോവുകയാണ്. ഇത് കുറേ ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ്. പല കാരണങ്ങളാൽ അത് എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയി. പകലെല്ലാം പണിയൊക്കെ ചെയ്തിട്ട് രാത്രി ഒത്തിരി ലേറ്റ് ആവും. പിന്നെ ക്ഷീണം കാരണം എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഷമുവേലാണെങ്കിൽ ആക്ച്വലി ഇച്ചിരി സുഖമില്ലേ, അവൻ്റെ കണ്ണൊക്കെ അത് വല്ലാതിരിക്കുക. അപ്പോൾ അബിഗേലാണെങ്കിൽ കുറേ ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു ഒരുക്കാൻ നേരം. എന്നിട്ട് അവൾ ഉറങ്ങിയിപ്പോൾ. ഞങ്ങൾ ആക്ച്വലി ആണെങ്കിൽ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, എന്നാൽ ലേറ്റായിപ്പോയി. ഞങ്ങൾക്ക് ഇന്നൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ വന്ന് ലേറ്റായിപ്പോയി. നല്ല ഉച്ച സമയമാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നാണെങ്കിൽ ഇച്ചാച്ചൻ്റെ മൂത്ത ചേട്ടനും ഫാമിലിയും മീറ്റ് ചെയ്യാൻ പോവാണ്. ഇച്ചാച്ചൻ്റെ മൂത്ത ചേട്ടനും ഫാമിലിയും അവർ UK സെറ്റിൽഡാണ്. അപ്പം ഞങ്ങൾ കുറേ നാളായി അവരെ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 16 വർഷത്തോളമായി ഞാൻ അവരെ കണ്ടിട്ട്. അവർ വരുമ്പോൾ ഞാനിവിടെ കാണത്തില്ല, അങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അവരാണെങ്കിൽ മുംബൈയിലാണെങ്കിൽ ലൈവ് മാച്ച് നടക്കുന്നുണ്ടല്ലോ, IPL. അത് ലൈവായിട്ട് കാണാൻ വേണ്ടി വന്നതാണ് അവരാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ സ്റ്റേഡിയം ഒത്തിരി ദൂരെ ആയതുകൊണ്ട് അവർ സ്റ്റേ ചെയ്യുന്നത് താജ് ഹോട്ടലിലാണ്. അന്നേരം ഇന്ന് രാത്രിയിൽ അവർക്ക് തിരിച്ച് മിരജിന് പോകണം. അന്നേരം അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണേ. ഒരു 1.5-2 മണിക്കൂറത്തെ യാത്രയാണ്. ഇതാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറാണേ. ഇന്നാണെങ്കിൽ ഞങ്ങൾ പോകുന്ന ദിവസം ഒരു അവധി ദിവസം ആയതുകൊണ്ട് അധികം തിരക്കില്ല. അല്ലാതെ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുമേ. രാവിലെയും വൈകിട്ടൊരു 4 മണി കഴിഞ്ഞും നിന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല കേട്ടോ. ഇതാണെങ്കിൽ ഈ താഴെക്കൂടുള്ളതില്ലേ, അത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ടുള്ള വഴിയാണേ. ഞങ്ങൾക്ക് പോകേണ്ടത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലോട്ടാണ്. അത് എസ്കലേറ്റർ കയറി പോകണേ. ഇച്ചാച്ചൻ പറഞ്ഞു ഫോണിൽ കൂടെ നമുക്ക് ടിക്കറ്റ് എടുക്കാമെന്ന്. പക്ഷേ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഇച്ചാച്ചൻ ഒത്തിരി ട്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. അന്നേരം ആൾക്ക് തിരിച്ച് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വീരാറിലേക്കുള്ള ട്രെയിനാണ് വരുന്നത്. സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ അന്തേരി ട്രെയിനിൻ്റെയാണ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത്. 2:57 സ്ലോ ട്രെയിനാണ്. ഞങ്ങൾക്ക് പോകേണ്ടത് ദാദർ ട്രെയിനാണ്. ഞങ്ങൾക്ക് ദാദറിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വീണ്ടും CSTയുടെ വേറൊരു ട്രെയിനുണ്ട്. 2 ട്രെയിൻ മാറിയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയം ആയിട്ടില്ല ഇനിയും. 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞങ്ങളുടെ ട്രെയിന്. അപ്പോൾ ഇതിൽ വഴിയാണ് 2ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി പോകേണ്ടത്. ഇവിടെ 2ഉം 3ഉം പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അവിടുന്ന് വീരാറിലേക്കുള്ള ട്രെയിൻ പോവും. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം അത് ഈസ്റ്റ് ഏരിയ ആണ്, നാലസുപ്പാറ ഈസ്റ്റ് ഏരിയ ആണ്. ഇവിടെ കുറേ ചേരി സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ദാദർ ട്രെയിനിലിരുന്നേ. ഇവിടെ അബിഗേളാണെങ്കിൽ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ ശ്രദ്ധ തിരിക്കുകയാണ്. കാരണം അവൾ കരയാൻ തുടങ്ങിയാൽ ആകെ പ്രശ്നമാവും. ട്രെയിനിലാണെങ്കിൽ ആകെ തിരക്കാണ്. ചാച്ചൻ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പാണെങ്കിൽ ചാടി കയറിയോണ്ട് എനിക്കൊരു സീറ്റ് കിട്ടി. അപ്പുറത്തെ ആ സീറ്റിൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ഷമുവേലിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുത്തിയേക്കുവാണ്. എന്നാൽ ഇച്ചാച്ചനും ഷാരൂനും ദാദർ വരെ നിൽക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബിഗേളിൻ്റെ കൺട്രോൾ വിട്ട് ആളാകെ കരച്ചിലും ബഹളവും ആയിട്ട് അവൾക്ക് എനിക്ക് തോന്നുന്നു ചൂടെടുക്കുമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഒത്തിരി തിരക്കാവുമ്പോഴേ ആകെപ്പാടെ ഒരു കൺജഷനാണല്ലോ. അവൾക്ക് ആ ചൂടെല്ലാം എടുത്ത് ഭയങ്കര ബഹളമായിരുന്നു. ആൾ ദാദർ ചെല്ലുന്നിടം വരെ ആൾ കരച്ചിൽ നിർത്തിയില്ല. അങ്ങനെ ഞങ്ങൾ ദാദറിലെത്തി. ഇപ്പോൾ ദാദറിൽ നിന്ന് CSTയിലോട്ടുള്ള ട്രെയിനിലാണ്. ഈ ട്രെയിനിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടി. അബികളുടെ മൂഡൊക്കെ ചേഞ്ചായി. ഇപ്പം നല്ല ഹാപ്പിയാണ് അവൾ. ഞാൻ സംസാരിക്കുമ്പോൾ അവൾ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി കേട്ടോ ഈ ട്രെയിനിൽ. അതിനിടയ്ക്ക് ഇച്ചാച്ചൻ്റെ ചേട്ടൻ്റെ ഫോൺ വന്നു. അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവർക്ക് ഇന്ന് രാത്രിയിലത്തെ ട്രെയിനിന് പോകണം. അങ്ങനെ ഞങ്ങൾ CSTയിലെത്തി. ഇത് വളരെ ഫേമസ് ആണ് ഈ സ്റ്റേഷന്. കുറേ മൂവിയുടെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം പേര് VT എന്നായിരുന്നു, വിക്ടോറിയ ടെർമിനൽസ്. അത് മാറ്റി CST ആക്കി, ഛത്രപതി ശിവാജി ടെർമിനൽ. വളരെ വൈഡാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ. നല്ല മനോഹരമായൊരു സ്റ്റേഷനാണ്. കേരളത്തിലോട്ടും മറ്റ് സ്റ്റേറ്റിലോട്ടും ഒക്കെ ഉള്ള ട്രെയിൻ ഇവിടുന്ന് പോകുന്നുണ്ട്.
അപ്പം ഇതിൻ്റെ പുറത്തോട്ടുള്ള പണികളൊക്കെ നമുക്ക് കാണുവാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ചെയ്ത പണികളാണ്, അത് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ടൈമിലുള്ള പണിത കുറേ ബിൽഡിങ്സുകൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അന്നേരം നമുക്ക് മറ്റുള്ള കാഴ്ചകൾ കാണാം. ഈ സൈഡിലോട്ടൊക്കെ വരുമ്പോഴേ ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റത്തുള്ളൂ. അന്നേരം ഇത് ബ്രിട്ടീഷുകാരുടെ ടൈമിൽ പണിതതാണ്, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമാണ് ഈ പ്ലേസ് കാണാൻ. അന്നേരം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പോകാറുണ്ട്. അപ്പോൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കെട്ടുറപ്പോട് ബിൽഡിങ്സുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. കുറേ ഗവൺമെൻറ് ബിൽഡിങ്ങുകളെ ഓഫീസുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കൂടുതലും. അതുപോലെ തന്നെ ഇത് മനോഹരമായിട്ട് വളരെ മനോഹരമാണ് കാണാൻ. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഈ സ്റ്റേഷൻ്റെ പുറംഭാഗമാണ്. നല്ല രസമല്ലേ കാണാൻ. ഈ ഒരു സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളത് മുംബൈയിൽ കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. അതുപോലെ ഇന്ത്യൻ ഫ്ലാഗും ഉയർത്തിയിട്ടുണ്ട്. ഇത് തന്നെ കാണാനൊരു നല്ലൊരു വൈബാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ CSTന്ന് താജ് ഹോട്ടലിലോട്ട് പോവുകയാണ്. ബസ്സിലാണ്. പുറകിലൊരു ഡബിൾ ഡെക്കർ ബസ് കാണുന്നുണ്ടല്ലോ. ഇത് ഈ സൈഡിലോട്ടേ ഉള്ളൂ കേട്ടോ, ഞങ്ങളുടെ സൈഡിലോട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സൈഡിലെല്ലാം ഓട്ടോറിക്ഷയാണ്, പക്ഷേ ഇവിടെ എല്ലാം ടാക്സികളാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രീമിയം ബസ്സിലാണ്. നല്ല AC ഒക്കെ തണുപ്പിൽ നല്ല റിലാക്സ് ആയിട്ടുള്ള ട്രാവലാണ്. ഇപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ഫുട്പാത്തിൽ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കറങ്ങാനും സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് മാത്രമായിട്ട് ഇവിടെ വരാറുണ്ട്. ഞാനൊരു 2 വർഷത്തിൽ കൂടുതലായി ഇവിടെ വന്നിട്ട്. ഇതിനൊരു നല്ലൊരു ഏരിയ ആണ്, ഒരു വേറെ വൈബാണ് ഇവിടെ വരുമ്പോൾ. ഇത് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ്, വലിയ ലൈബ്രറിയാണ്. അപ്പം ഞങ്ങൾ അടുത്ത് എത്താറായി, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ താജ് ഹോട്ടലിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഫ്രണ്ട് ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുന്നിൽ കാണുന്നതില്ലേ, അത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, എന്നാൽ എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ എന്ത് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് ഗേറ്റിൽ മുന്നിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്, ഇപ്പോൾ ആണെങ്കിൽ അകത്ത് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല, ആർക്കും ഇല്ല. 2008 ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ നടന്നതാണ് ഈ താജ് ഹോട്ടലിൽ. അത് കഴിഞ്ഞ് അവരെല്ലാം ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം സ്ട്രിക്റ്റ് ആക്കി. ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ അകത്ത് വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാം. അതുകൂടാതെ എടുത്ത ഫോട്ടോയിൽ കുറേ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. അതിലാണെങ്കിൽ അത്യാവശ്യം ചൂസ് ചെയ്ത് കുറച്ച് ഫോട്ടോ മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കുമേ.
ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ തങ്ങുന്നൊരു ഹോട്ടലാണ് താജ് ഹോട്ടൽ. ഒബ്രോയ് ഹോട്ടലും താജ് ഹോട്ടലും ഇവിടെ രണ്ടിടത്താണ് തങ്ങുന്നത്. ഇതാണ് ഫ്രണ്ട് ഗേറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത്. അപ്പോൾ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ദീദി ഹായ്, ഇത് മനീഷ ദീദി, എൻ്റെ സിസ്റ്ററിലോയാ. ഇത് ആരാധന, ഇത് അനിൽ ബാബുജി, അഭിരാജ്. ഞങ്ങൾ 16 വർഷം കഴിഞ്ഞാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അകത്തിരുന്ന് കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് അകത്ത് കുറേ കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വെളിയിൽ ഇറങ്ങി. ഞങ്ങൾ KFC കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്ന് രാത്രിയിൽ അവരുടെ ട്രെയിൻ കൺഫേം 8:30-ക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കായിരുന്നു മുംബൈ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന്. അവർ ഫസ്റ്റ് ടൈമാണ് മുംബൈയിൽ 2 ദിവസം ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നത്. അന്നേരം എന്നോട് പറഞ്ഞ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, നെക്സ്റ്റ് ടൈം വരുമ്പോൾ അറിയില്ല. അവരാണെങ്കിൽ UK സെറ്റിൽഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ആണെങ്കിൽ കാമാണല്ലോ, അതുപോലെ തന്നെ മീരജും കാം ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ KFCയിലെത്തി. അകത്താണെങ്കിൽ നല്ല റഷ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്കാണെങ്കിൽ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് ഇരിക്കാൻ. പിന്നെ അവർ രണ്ടുപേരും നല്ല ഷൈ ആണ്, അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല കേട്ടോ. പിന്നെ അകത്താണെങ്കിൽ ഞങ്ങൾ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഫുഡാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ മറന്നുപോയി. ഇവിടെ ആണെങ്കിൽ അബിഗേൾ ടേബിളിൻ്റെ മേളിൽ കയറിയിരുന്ന് നല്ലപോലെ KFC എൻജോയ് ചെയ്ത ആൾ കഴിക്കുകയാണ്. ആകെ KFC ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇതിന് മുമ്പ് 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് അവൾ. KFC നല്ലപോലെ കഴിക്കുമേ. അവളാണെങ്കിൽ ഈ ലെഗ് പീസൊക്കെ വരുന്നില്ലേ, അതൊക്കെ നല്ലപോലെ വലിച്ചു പറിച്ച് അവൾ കഴിക്കും. ഞങ്ങൾ KFC കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഹോട്ടലിൽ വന്നേ. അവർക്ക് ലഗേജ് എടുക്കണമായിരുന്നു. അപ്പോൾ രാത്രിയിൽ മുംബൈ കാണാൻ ഒരു വേറെ ലെവലാണ്, ഒരു വേറെ സൗന്ദര്യമാണ്. നൈറ്റ് ലൈഫിന് ഫേമസ് ആണ് മുംബൈ. എനിക്ക് വളരെ ഇഷ്ടവും അതാണ്. കാരണം രാത്രിയിൽ എപ്പോഴും ആളും അനക്കവും കാണും, അതുപോലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് പകൽ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ച സെയിം ഏരിയ തന്നെയാണ്. ഇത് സ്റ്റേഷൻ്റെ വെളിയിലുള്ള ഭാഗമാണ്. ഇപ്പോൾ രാത്രി കാണാൻ വേറെ ഒരു ലെവലല്ലേ, ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതാണ് അവർക്ക് മീരജിലോട്ട് പോകാനുള്ള ട്രെയിന്. ഞങ്ങളും ഈ ട്രെയിനിൽ തന്നെ കയറി ദാദറിലിറങ്ങി. അവിടുന്ന് പിന്നെ ഞങ്ങൾ ലോക്കൽ ട്രെയിന് രാത്രി ഒരു 10:45 ആയി വീട്ടിൽ ചെന്നപ്പോൾ. ഞങ്ങൾ ഇച്ചിരി ടയേർഡായിരുന്നെങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ കുറേ അധികം എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബായ്.